ആൾക്കാർ നോക്കുന്നത് സ്ത്രീ വിഷയങ്ങളെ കുറിച്ചിട്ടല്ല, ഇവിടെയുള്ള ഭരണ കൊള്ളയ്ക്കെതിരെയാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. ഈ കൊള്ളയും കൊലപാതകവും നടക്കുമ്പോൾ ആൾക്കാർക്ക് തന്നെ പേടിയാണ്. മറ്റ് രണ്ട് പാർട്ടിക്കാരെ സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് പേടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. മെസ്സി വരില്ല, പക്ഷേ വഴുതക്കാട് നീതു വിജയൻ വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഴുതക്കാട് വാർഡിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നീതു വിജയനാണ് നമുക്കിപ്പോൾ ഉള്ളത്. പ്രചരണം എത്ര ഘട്ടം വരെ, എന്താണ് പ്രതീക്ഷ? ഇപ്പം നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തി. ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക്. ആൾക്കാരുടെ ഇടയിൽ ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്നത്. നിലവിൽ CPI ആണല്ലോ വഴുതക്കാട് ഭരിക്കുന്നത്. അപ്പം CPI ചെയ്യാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഇവിടെ CPI ചെയ്യാത്ത കാര്യങ്ങളെന്ന് പറയാനായിട്ട് വികസനം എന്നത് ഇവിടെ നടന്നിട്ടില്ല. വികസനമാണ് ഞങ്ങൾ മുന്നിൽ വെച്ച് ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടുത്തെ റോഡുകളായാലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായാലും, റോഡുകൾ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ഏത് തോടേതെന്ന് അറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, 70 ദിവസത്തോളം ഇവിടെയുള്ള ആൾക്കാർ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിയ സാഹചര്യമുണ്ട്. ഇന്നും നമ്മൾ ഈ സംസാരിക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം കിട്ടാത്ത പല വീടുകളും ഇവിടെ ഉണ്ട്. ആഴ്ചയിൽ 2-3 ദിവസമാണ് കുടിവെള്ളം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴുള്ളത്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഇതുവരെയും ഇവിടുത്തെ നിലവിലെ ഭരണാധികാരി ചെയ്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് പേപ്പട്ടിയുടെ ശല്യം. പേപ്പട്ടി കടിച്ചിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ 5 പേരെ കൂടുതൽ പേപ്പട്ടി കടിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണിപ്പോൾ. തെരുവ് വിളക്കുകൾ പലയിടത്തും ഇല്ല, അത് ഉള്ളത് പലതും കത്തുന്നില്ല. വേസ്റ്റ് പലയിടത്തായിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പല വീടുകളിൽ പോകുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ട്. വികസനം മുന്നിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെരഞ്ഞെടുപ്പുകളും വെച്ച് വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുന്നു. ജനറൽ സീറ്റുകളിൽ പോലും വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതിനൊക്കെ അപ്പുറം യൂത്തിനെ ഒപ്പം നിർത്തുന്നു. ഒരുപാട് യൂത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നീതു ആണെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെ യൂത്തിനെ ഒപ്പം നിർത്തുന്നു. ഇതിനെല്ലാം പുറമെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശബരിനാഥനാണ്. അപ്പോൾ ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്കൊക്കെ ഓരോ വാർഡിലും ഗുണം ചെയ്തു വരുന്നുണ്ടോ? ഉറപ്പായിട്ടും ശബരിച്ചേട്ടന് വോട്ട് ചെയ്യാൻ തയ്യാറായ ആൾക്കാരും ഇവിടെ ഉണ്ട്. ഈ വാർഡിൽ തന്നെ പല ആൾക്കാരും ഉണ്ട്. ശബരിച്ചേട്ടൻ മേയറായി വരണം, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു മാറ്റം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ചുമതലയുള്ളത് K. മുരളീധരനാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തകരെയും നിങ്ങൾ സ്ഥാനാർത്ഥികളെയൊക്കെയും അത് എത്രത്തോളം ഉണർവ് നൽകുന്നുണ്ട്? നമ്മുടെ പ്രവർത്തകരെ എല്ലാവരെയും ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് KMൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും പുള്ളി എടുക്കുന്ന തീരുമാനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും കോൺഗ്രസ് ഇവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഇടത് സർക്കാരിനെ ഒന്ന് ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ, BJPയിലെ പാർട്ടിയിലെ ആത്മഹത്യയൊക്കെ വരുമ്പോൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പാർട്ടി എടുത്ത നടപടി. അപ്പോൾ ഒരു വിഭാഗം പറയുന്നുണ്ട് രാഹുലിനൊപ്പമാണ് പാർട്ടിയിലെ ചിലരൊക്കെ. അപ്പോൾ അതൊക്കെ വോട്ടിനെ ബാധിക്കുന്നു കരുതുന്നുണ്ടോ? ഇല്ല, അതൊന്നും വോട്ടിനെ ബാധിക്കുന്നില്ല. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ ആൾക്കാരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സ്ത്രീ വിഷയത്തോട് ആൾക്കാർ അധികം ഇടപെടുന്നതായിട്ട് നമുക്ക് വീടുകളിൽ പോകുമ്പോൾ മനസ്സിലാവുന്നില്ല. ആൾക്കാർ നോക്കുന്നത് സ്ത്രീ വിഷയങ്ങളെ കുറിച്ചിട്ടല്ല, ഇവിടെയുള്ള ഭരണ കൊള്ളയ്ക്കെതിരെയാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. ഈ കൊള്ളയും കൊലപാതകവും നടക്കുമ്പോൾ ആൾക്കാർക്ക് തന്നെ പേടിയാണ്. മറ്റ് രണ്ട് പാർട്ടിക്കാരെ സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് പേടിയാണ് ഇപ്പോഴും. ഇനിയിപ്പോൾ രാഹുലിൻ്റെ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാടിന് കാര്യം ആദ്യ ആരോപണം വന്നപ്പോൾ ശബ്ദമുയർത്തിയ ഒരു ആളായിരുന്നു നീതു. അപ്പോൾ എന്ത് തോന്നുന്നു പാർട്ടി എടുത്ത ആ ഒരു തീരുമാനത്തിൽ? ഞാനിപ്പോഴും പാർട്ടി എടുത്ത തീരുമാനങ്ങൾക്കൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. തുടക്കം മുതൽ തന്നെ പാർട്ടി എന്താണോ പറഞ്ഞത് അതിനൊപ്പം നീങ്ങി പോകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴും പാർട്ടിയുടെ നിലപാടിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പാർട്ടിയുടെ നിലപാട് എപ്പോഴും ശരി തന്നെയായിരിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് മെസ്സി വരില്ല, സർക്കാരിനെ കുത്തേണ്ടടുത്ത് കുത്തി, എന്നാൽ വഴുതക്കാട് നീതി ജയിക്കുമെന്ന് പറഞ്ഞു. അതാരായിരുന്നു ആ പോസ്റ്ററിൻ്റെ ഐഡിയ? എൻ്റെ ഒരു ബ്രദറാണ്. പുള്ളിക്കാരൻ്റെ ഭാവനയായിരുന്നു. ഇവിടെയുള്ള പ്രവർത്തകരുമായിട്ട് ഞാൻ ആലോചിച്ചു. അപ്പോൾ
അപ്പോൾ എല്ലാവരും അത് ഓക്കെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് ഒരുപാട് യൂത്തിലെ സ്ഥാനാർത്ഥികളുണ്ട്. അതൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു? ഗുണം ചെയ്യുന്ന കരുതുന്നുണ്ടോ? ഉറപ്പായിട്ടും ആൾക്കാർ യൂത്തായിട്ടുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പുതിയ ആൾക്കാർ വരട്ടെ, കൊച്ചു കുട്ടികൾ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പല വീടുകളിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ അതിലൊക്കെ ആൾക്കാർ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കൂടുതൽ ഐഡിയാസൊക്കെ വരുമായിരിക്കും, മാറ്റങ്ങളുണ്ടാവും, വികസനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ആൾക്കാരിലുണ്ട്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെറും 10 സീറ്റ് മാത്രമാണ് UDF-നുള്ളത്, 3-ാം സ്ഥാനത്താണ്. BJP പറയുന്നത് BJP ആണ് 2-ാം സ്ഥാനത്തുള്ളത്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയുമെന്നാണ് BJP ക്യാമ്പുകൾ പറയുന്നത്. അപ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? വിരിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കാണാമല്ലോ. കൈപ്പത്തി ഉറപ്പായിട്ടും നമ്മുടെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥനാണ്. ശബരിനാഥൻ തന്നെ മേയറായി കോർപ്പറേഷൻ ഭരണം പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട്. അടുത്തിടയ്ക്ക് KC വേണുഗോപാൽ ചുണക്കുട്ടികൾ ഭരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പരാമർശം ഉണ്ടായിരുന്നു. അത് എന്താണ് പോസിറ്റീവായിട്ട് എടുക്കാവുന്നതായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യർ എന്നൊക്കെ പറയുന്ന പോലെ എടുക്കേണ്ട കാര്യം. ചില മാധ്യമങ്ങളും CPM സഖാക്കളും കൂടിയിട്ട് എന്താണ് സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമാണ് KC അവിടെ പ്രകടിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൻ്റെ എന്താണ് വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പാർട്ടി എപ്പോഴും സ്ത്രീകൾക്ക് ഒരു പരിഗണന നൽകിയിട്ടുണ്ട്, സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന നിലപാടുകളാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പോൾ തന്നെ നമുക്ക് സീറ്റ് ട്രാൻസ്ജെൻഡേഴ്സിന് വരെ സീറ്റ് കൊടുത്ത ഒരു പാർട്ടിയാണ്. പാർട്ടി എപ്പോഴും സ്ത്രീകൾക്കൊപ്പം നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ളവർക്കും അർഹിക്കുന്ന പരിഗണന കൊടുത്ത് തന്നെയാണ് പാർട്ടി ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളത്. കേരളത്തിൽ മെസ്സി വന്നാലും ഇല്ലെങ്കിലും വഴുതക്കാട് നീതു ജെയിൻ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.